ഇപ്പം വരുന്ന വാർത്തകൾ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അതീവ ഗുരുതരമാണ്. ശബരിമലയെ ബന്ധപ്പെട്ടും മാത്രമല്ല വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു പോറ്റിയാണെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതേ സമയത്ത് വലിയ വിവാദങ്ങൾ ഉയരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വിഷയത്തെ ദേവസ്വം ബോർഡ് മെമ്പർ എന്നുള്ള തരത്തിൽ നോക്കിക്കാണുന്നത്? ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ തീരുമാനം ആ വിഷയങ്ങളെക്കുറിച്ചെല്ലാം സത്യസന്ധമായ, നിഷ്പക്ഷമായ, നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കട്ടെ. തെറ്റും ശരിയും തിരിച്ചറിയട്ടെ. അതിന് എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള വിജിലൻസാണ്, ഏറ്റവും മികവുറ്റ പ്രവർത്തനത്തിൽ വിജിലൻസാണ് ദേവസ്വം ബോർഡിൽ നിന്നുള്ളത്. ആ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം തൃപ്തികരമായതുകൊണ്ടായിരിക്കുമല്ലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ടുള്ളത്. ആ അന്വേഷണം വരട്ടെ. ഇപ്പോ ഈ ശബരിമലയെ തകർക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടെ ഇല്ലാത്ത കഥകൾ വല്ലാതെ പെരുപ്പിച്ച് കാണിക്കുന്ന ചില ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ പ്രോസസ് നടക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ പ്രോസസ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഒരു നിഗമനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു അർത്ഥം തന്നെ ഇല്ലാതാകുകയാണ്. ഞങ്ങൾ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ്. കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഒരു ഇടപെടലും പാടില്ല, ശക്തമായ അന്വേഷണം നടക്കട്ടെ. അതിന് സർവാത്മന ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വളരെ ഫലപ്രദമായ അന്വേഷണം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പോ ഇത് 2019, 2021 ഒരു വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഡനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശത്തിലെ പൊരുത്തക്കേടുകളാണ് തുടർ അന്വേഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ പ്രോസസ് നിങ്ങൾക്കറിയാമല്ലോ. ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു ചരിത്ര സംഭവമായി മാറിയിരുന്നു. ശബരിമലയുടെ ഭാവി വികസനത്തിന്റെ നാഴികക്കല്ലായിട്ട് ആഗോള അയ്യപ്പ സംഗമം മാറി. അപ്പൊ അതിനെതിരെ വന്ന സംഘടിതമായ എതിർപ്പ് തന്നെ അത് വിജയിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ശബരിമലയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും, എല്ലാ സഹായങ്ങളും, എല്ലാ പിന്തുണയും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരിൽ നിന്നുണ്ടായി. അതിനെ തകർക്കാൻ, ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വിദ്വേഷ സംഗമം വരെ സംഘടിപ്പിച്ചു. അപ്പോ അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഒരു നിഗമനം ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയുന്നത് അന്വേഷണം നടക്കട്ടെ. ഈ വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് സ്വാഭാവികമായിട്ടും പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് പണം പോയാൽ ഞാൻ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും. അപ്പൊ ദേവസ്വം ബോർഡ് സ്വാഭാവികമായിട്ട് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെ പ്രാഥമികമായ അന്വേഷണത്തിൽ ദേവസ്വം ബോർഡ് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുള്ളത് തീരുമാനങ്ങൾ നടന്നതായിട്ട്? അല്ല, തുടക്കത്തിൽ പീഠം ദേവസ്വത്തിന്റെ ശബരിമലയെ അടക്കമുള്ള സ്ട്രോങ് റൂമിലുണ്ടെന്ന് പറഞ്ഞു. അത് വിജിലൻസ് അന്വേഷിച്ചു, അത് അവിടെ ഇല്ലാന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന് അന്വേഷണം നടക്കുകയാണ്. ഇതിന്റെ ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും രേഖകളും ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ കൈവശമാണ്. അതിനകത്ത് അത് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല, എല്ലാം അവർക്ക് കൊടുത്തിരിക്കുക, അവർ പരിശോധിക്കട്ടെ. വിജിലൻസിന്റെ കയ്യിൽ എല്ലാ ഫയലുകളും അവർക്ക് കൈമാറിയിട്ടുണ്ട്. ഏറ്റവും മെഡിക്കലായിട്ടുള്ള ഒരു SP തന്നെ അത് നേതൃത്വം കൊടുത്തിട്ട് അതിന്റെ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്തരം അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് സംതൃപ്തി ഉള്ളത് കൊണ്ടാണല്ലോ തുടർ അന്വേഷണവും നിങ്ങൾ തന്നെ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തത്. അല്ല, നമ്മൾ ഒരു കാര്യത്തിനും മുൻവിധി വേണ്ട. ഇപ്പൊ സത്യസന്ധമായി പറഞ്ഞാൽ ഇല്ലാത്ത കഥകൾ വല്ലാതെ പെരുപ്പിക്കുന്ന രീതിയിലൊരു രീതി വന്നിട്ടുണ്ട് മൊത്തത്തിൽ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് മുൻവിധിയില്ല. ആരെ ചോദ്യം ചെയ്യണം, ആരുടെ മൊഴിയെടുക്കണം, എന്ത് തെളിവ് ശേഖരിക്കണം, അതിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനുണ്ട്. ആ അന്വേഷണം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് വിശ്വാസം മുന്നോട്ട് പോയിക്കോട്ടെ. ഞങ്ങൾക്കൊന്നും, വളരെ ട്രാൻസ്പെറന്റ് ആണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം. ഞങ്ങൾക്കൊന്നും എവിടെയും വിളിക്കാനില്ല. പല കമ്പനികളൊക്കെ പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് അത് ചെയ്തത്. അവര് പറഞ്ഞു അന്ന് ഈ പാളി കൊണ്ടുപോകുന്ന പാളി ഈ ചെമ്പായിരുന്നാണ് പറയുന്നത്. ശരിക്കും വസ്തുത ചെമ്പ് തന്നെയായിരുന്നു. അത് സ്വർണം പൂശിയതാണോ? അല്ല, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ മാധ്യമങ്ങൾക്കടക്കം സംശയം നിൽക്കുന്ന ഒറ്റ പോയിന്റ്, ഈ ദ്വാരപാല ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് സ്വർണമാണോ അതോ
സ്വർണം പൂശിയിരിക്കുകയാണോ അതോ പാളിയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക. അതിനെപ്പറ്റി ഒരു ഫൈൻഡിങ്സ് ഇപ്പം ഞാൻ പറയാൻ പാടില്ല. അത് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് വിധി നിശ്ചയിക്കുന്ന പോലെ ആയിപ്പോവും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാനത് പറയാൻ പാടില്ല. അത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണം മുന്നോട്ട് പോകട്ടെ, തെളിവുകൾ കണ്ടെത്തട്ടെ, അതിനുശേഷം നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഒരു മുൻവിധിയും വേണ്ടല്ലോ, ഒരു മുൻവിധിയുടെ ആവശ്യമില്ല. ഇപ്പോ ഞങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ശബരിമലയുടെയും ദേവസ്വം ബോർഡിന്റെയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് കമ്പ്യൂട്ടറൈസേഷൻ അതിന്റെ 1ാം ഘട്ട മൊഡ്യൂൾ, ബില്ലിംഗ് മൊഡ്യൂൾ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അല്ല, ഞങ്ങൾ ചെയ്ത ശ്രമം ഞാൻ പറയുക, ഭാവിയിൽ ഇങ്ങനെയുള്ള ഒരു പരാതിക്കും ഇടവരാത്ത രൂപത്തിൽ സമ്പൂർണമായ ഡിജിറ്റലൈസേഷനിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നു അതിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത നീതിന്യായപീഠമായിട്ടുള്ള ഹൈക്കോടതിക്ക് തൃപ്തിയാണല്ലോ. അതുകൊണ്ടാണല്ലോ വേറെ ഏജൻസിയെ ഏൽപ്പിക്കാൻ നിങ്ങൾ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനുവാദം കൊടുത്തിരിക്കുന്നത്. അത് വരട്ടെ. ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ താല്പര്യം നമുക്ക് സംരക്ഷിക്കപ്പെടണം. അവരിൽ വിശ്വാസ തകർച്ച ഉണ്ടാക്കുന്ന രൂപത്തിൽ ചില ഗൂഢാലോചന ഫലമായി ചില ഇല്ലാ കഥകൾ വല്ലാതെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. അത് പണ്ടും ശബരിമലയെ തകർക്കാൻ വേണ്ടി ചില ഛിദ്രശക്തികൾ ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്.